തിരുവനന്തപുരം വെമ്പായത്ത് വാഹനം കടയിലേക്ക് ഇടിച്ചു കയറി. കഴിഞ്ഞ ദിവസം രാത്രിയാണ് നെടുമങ്ങാട് ഭാഗത്തുനിന്ന് വെഞ്ഞാറമൂട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന പാൽവണ്ടി വെമ്പായം മണ്ഡപം ക്ഷേത്രത്തിന് സമീപം അപകടത്തിൽപ്പെട്ടത്. റോഡിന് വലതുവശം നിന്ന് ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച ശേഷം സമീപത്തെ കടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ജിബിൻ ജെബി വിവരങ്ങളുമായി ചേരുകയാണ്. ജിബിൻ, എന്താണ് ഈ സംഭവം ഉണ്ടായത്? വലിയ നാശനഷ്ടം ഉണ്ടായോ? ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിലൊരു സംഭവം ഈ വെമ്പായത്ത് ഉണ്ടാകുന്നത്. റോഡിലെ ഈ വാഹനത്തിൽ ഡ്രൈവറും മറ്റുമുണ്ടായിരുന്നു. ഡ്രൈവർക്കൊന്നും വലിയ ഗുരുതരമായി പരിക്കില്ല. ഇതൊരു പാൽവണ്ടിയാണ് ഇത്തരത്തിലൊരു അപകടത്തിന് കാരണമായത്. കഴിഞ്ഞ ദിവസം രാത്രി വെഞ്ഞാറമൂട് നിന്ന് നെടുമങ്ങാട് നിന്ന് വെഞ്ഞാറമൂട് ഭാഗത്തേക്ക് പോവുകയായിരുന്നു ഈ പാൽവണ്ടി. ഇതാണ് ഈ വെമ്പായം മണ്ഡപം ക്ഷേത്രത്തിന് സമീപം എത്തിയപ്പോൾ റോഡിന്റെ വലതുവശത്ത് നിന്നിരുന്ന 11 kV പോസ്റ്റിൽ ഇടിച്ചത്. ഇതിനുശേഷം തുടർന്ന് സമീപത്തെ കടയിലേക്ക് ഈ വാഹനം പാൽവണ്ടി ഇടിച്ചു കയറുകയായിരുന്നു. ഇലക്ട്രിക് പോസ്റ്റ് പൂർണ്ണമായും തകർന്നു. ഈ ഇലക്ട്രിക് പോസ്റ്റിലേക്കുള്ള വൈദ്യുത കമ്പികളൊക്കെ തന്നെ റോഡിലേക്ക് പൊട്ടി വീഴുന്ന ഒരു അവസ്ഥയുണ്ടായി. റോഡിലേക്ക് പൊട്ടി വീണ ഉടൻ തന്നെ ഇതിൽ നിന്നുള്ള വൈദ്യുതി വിച്ഛേദിക്കാൻ കഴിഞ്ഞതാണ് വലിയ രീതിയിലുള്ള ഒരു അപകടം ഒഴിവാക്കാൻ സാധിച്ചത്. സാധാരണഗതിയിൽ ഈ വെമ്പായം ഭാഗത്ത് തന്നെ നെടുമങ്ങാട് നിന്ന് ഈ വെമ്പായത്തേക്ക് പോകുന്ന ഭാഗത്ത് വലിയ രീതിയിലുള്ള തിരക്കുള്ള സമയമാണ്. റോഡ് കാൽനട യാത്രക്കാരായിരുന്നാലും വാഹന യാത്രക്കാരുമൊക്കെ വളരെയധികം സഞ്ചരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. പക്ഷേ ഈ പകൽ സമയം അല്ലാത്തതിനാലാണ് ഈ പ്രദേശങ്ങളിൽ വലിയൊരു തിരക്ക് ആ സമയത്ത് ഇല്ലാതിരുന്നത്. വാഹനത്തിൽ ഡ്രൈവർ മറ്റൊരു സഹായിയുമാണ് ഈ സംഭവം നടന്ന രാത്രി സമയത്ത് ഉണ്ടായിരുന്നു. ഇവർക്ക് ഗുരുതര പരിക്കുകളൊന്നും തന്നെയില്ല. ഈ റോഡിന് സമീപത്ത്, അതായത് ഈ നെടുമങ്ങാട് നിന്ന് വെഞ്ഞാറമൂടേക്ക് ഈ വെമ്പായത്തേക്ക് പോകുന്ന ഈ റോഡിന് സൈഡിൽ നിർത്തിയിട്ടിരുന്ന ഒരു ഇന്നോവ വാഹനം നൽകിയത് പാൽവണ്ടിയാണ് വെമ്പായത്ത് കടകളിലേക്ക് ഇടിച്ചു കയറി അപകടമുണ്ടായത്.